أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രാരംഭകാലത്ത് വിശ്വസിച്ചവരിൽ സ്ത്രീകളുണ്ടായിരുന്നു, പുരുഷന്മാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. ഈ പുരുഷന്മാരിൽ തന്നെ മക്കയിലെ അടിമകളായ ആളുകളുമുണ്ടായിരുന്നു. അവർക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ലായിരുന്നു. അവർക്ക് വീടുകളില്ലായിരുന്നു, കുടുംബങ്ങളില്ലായിരുന്നു, ഒരു വിധത്തിലുള്ള അവകാശങ്ങളും അവർക്ക് നൽകുന്നുമുണ്ടായിരുന്നില്ല. അവരുടെ യജമാനന്മാർ അവരെ മർദ്ദിച്ചാൽ പോലും ചോദിക്കാനും തന്നെ ആരും ഇല്ലായിരുന്നു. ഒരു വിധത്തിലുള്ള നിയമ പരിരക്ഷയും അവർക്ക് ആ നാട്ടിൽ ലഭിച്ചിരുന്നില്ല. എന്നാൽ അവരിൽ പലരും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ കൊടിയ പീഡനങ്ങളാണ് അവർക്ക് ഏൽക്കേണ്ടി വന്നത്. അതിൽ ഒരു അടിമയായിരുന്നു ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ യജമാനൻ അദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. എന്നിട്ട് അള്ളാഹുവിനെ കൂടാതെ മറ്റ് പല ദൈവങ്ങളുമുണ്ടെന്നും അവർ ആരാധനയ്ക്ക് അർഹരായവരാണെന്നും പറയാൻ വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഹബ്ശി അടിമയായിരുന്നു. അതുകൊണ്ട് അറബി നല്ലവണ്ണം വശമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനൻ അദ്ദേഹത്തെ നിർബന്ധിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ബിലാലിനെ മുഅസ്സിനായി നിയമിക്കുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം ബാങ്ക് വിളിച്ചപ്പോൾ അഷ്ഹദു എന്നുള്ളതിന് പകരമായി അസ്ഹദു എന്ന് പറഞ്ഞപ്പോൾ ചില യുവാക്കൾ അദ്ദേഹത്തെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലിൻ്റെ അസ്ഹദു എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. നിങ്ങളുടെ അഷ്ഹദുവിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് എന്തറിയാം, ഏത് സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം എന്ന് നിങ്ങൾക്ക് അറിയുമോ? ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ഒരു കാലത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളുണ്ടായിരുന്നില്ല, മറ്റ് കുടുംബങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ പോലും ഒരാളും മുതിർന്നു വന്നിരുന്നില്ല. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ മുകളിൽ കയറി നൃത്തമാടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് അള്ളാഹുവിനെ കൂടാതെ മറ്റ് ദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രമായിരുന്നു. നോക്കുക, എത്രത്തോളം ദൃഢമായ ഈമാനാണ് അദ്ദേഹത്തിൻ്റേത്. ആരുടെ ഹൃദയങ്ങളിലാണോ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും സ്നേഹമുള്ളത് അവർക്കാണ് ബിലാലിൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കുന്നത് ഉപേക്ഷിച്ചിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം പുതുതലമുറക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നതിന് വേണ്ടി സ്വഹാബാക്കൾ അദ്ദേഹത്തോട് വീണ്ടും ബാങ്ക് കൊടുക്കാൻ നിർബന്ധിച്ചു. ആദ്യമൊക്കെ അദ്ദേഹം നിരസിച്ചു. എങ്കിലും സ്വഹാബാക്കളുടെ ശക്തമായ ഇടപെടൽ കാരണം വീണ്ടും അദ്ദേഹം ബാങ്ക് കൊടുക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ബാങ്ക് കേട്ട് സ്വഹാബാക്കൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഓർമ്മ വരികയും അവർ പൊട്ടി കരയുകയുമുണ്ടായി. പറയുന്നു, ആ ബാങ്ക് തീർന്നതിന് ശേഷം ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ട് വീഴുകയുണ്ടായി. പിന്നീട് അദ്ദേഹത്തിന് പല അസുഖങ്ങളുണ്ടാവുകയും അങ്ങനെ അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നോക്കുക, നമ്മുടെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾക്ക് എത്രത്തോളം സ്നേഹമാണ് ഉണ്ടായിരുന്നത്. ഇതുപോലുള്ള ഒരു മാതൃക മറ്റ് ഏതെങ്കിലും ഒരു പ്രവാചകന്മാരുടെ കാലത്ത് നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല.
എന്നാൽ ഇവിടെ ആയിരക്കണക്കിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നു, ഹസ്രത്ത് അബൂബക്കർ മക്കയിലെ ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം സമ്പാദിക്കുന്നതെല്ലാം ദീനിനും അതുപോലെ തന്നെ അടിമകളെ സ്വതന്ത്രമാക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം മക്ക ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങോട്ടോ പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ഒരു വ്യക്തിയെ അദ്ദേഹം കാണാനിടയായി. അദ്ദേഹം ചോദിച്ചു, അബൂബക്കർ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഈ പട്ടണത്തിൽ എനിക്ക് ഒരു ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ആ വ്യക്തി പറഞ്ഞു, താങ്കളെപ്പോലെ നല്ലൊരു വ്യക്തി ഈ നാട്ടിൽ നിന്നും പോവുകയാണെങ്കിൽ ഈ നാട് തന്നെ നശിച്ചു പോകുന്നതാണ്. ഞാൻ താങ്കൾക്ക് അഭയം നൽകാം, താങ്കൾ ഒരിക്കലും തന്നെ ഇവിടം വിട്ടു പോകരുത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ച് മക്കയിൽ തന്നെ വരികയുണ്ടായി. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു രാവിലെ എഴുന്നേറ്റുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക പതിവായിരുന്നു. അത് കേൾക്കുന്നതിന് വേണ്ടി അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ വരാറുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലായതുകൊണ്ട് അവിടെയുള്ളവർക്ക് അതിൻ്റെ അർത്ഥവും മനസ്സിലാകുമായിരുന്നു. ഇത് അറിഞ്ഞ് മക്കയിലെ ശത്രുക്കൾ വീണ്ടും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അഭയം നൽകിയിരുന്ന ആ വ്യക്തി വന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മക്കയിലെ ആളുകൾ താങ്കൾക്ക് ഞാൻ അഭയം നൽകിയ വിവരം അറിഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യപ്പെടുകയാണ്. അതുകൊണ്ട് താങ്കൾ ഈ വിശുദ്ധ ഖുർആൻ പാരായണം നിർത്തേണ്ടതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾക്ക് വേണമെങ്കിൽ എനിക്ക് നൽകിയ അഭയം പിൻവലിക്കാവുന്നതാണ്, എങ്കിലും ഞാൻ എൻ്റെ ഈ കർമ്മം ഒരിക്കലും തന്നെ ഉപേക്ഷിക്കുകയില്ല. ഇതായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിശ്വാസ ദൃഢത. ഇതുപോലെ തന്നെയായിരുന്നു ഹസ്രത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും എല്ലാം തന്നെ മാതൃകകൾ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.